ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന മൂവി എക്സ്പ്ലനേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2002 പുറത്തിറങ്ങിയ അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ കോമഡി ചിത്രമായ ഐസ് ഏജ് എന്ന സിനിമയാണ്. ഇതൊരു ആനിമേഷൻ സിനിമയാണ് എന്നോർത്ത് ആരും സ്കിപ്പ് ചെയ്യേണ്ട. നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത ഒരു അമൂല്യ കാര്യമെന്തെന്നാൽ അത് സൗഹൃദമാണ്. ഈ ലോകത്തിലെ ലവിനെ പോലെ തന്നെ പവർഫുൾ ആയ ഒന്നാണ് സൗഹൃദവും. അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമയാണിത്. ഈ സിനിമ ഉറപ്പായും നിങ്ങളുടെ കണ്ണും മനസ്സുമെല്ലാം നിറയ്ക്കും. എന്തായാലും സിനിമയെക്കുറിച്ച് പറഞ്ഞ് ഓവറാക്കി കുളമാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരു അണ്ണാൻ ഒരു നട്ട്സുമായി പോകുന്നത് കാണിക്കുന്നു. ഈ അണ്ണാന്റെ പേരാണ് സ്ക്രാഡ്. സ്ക്രാഡ് ആ നട്ട്സ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അവിടെയുള്ള ഐസ് മുഴുവനും കട്ടി ആയിരുന്നതിനാൽ അവൻ അത് എവിടെയും കുഴിച്ചിടാൻ സാധിച്ചില്ല. അങ്ങനെ അവൻ കുറെ അന്വേഷിച്ച് ഒടുവിൽ കട്ടി കുറഞ്ഞ ഒരു തറ കണ്ടുപിടിച്ചു. ആ നട്ട് അവിടെ കുഴിച്ചിടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ ആ നട്ട് കുഴിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ആ തറയിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്നു. ആ വിള്ളൽ അവിടെ നിന്നും അടുത്തുണ്ടായിരുന്ന ഒരു മഞ്ഞുമല വരെ എത്തുന്നു. അങ്ങനെ ആ വലിയ മഞ്ഞുമല മുഴുവനും വിണ്ടുകീറി അത് ഇടിയുന്നു. ആ മല ഇടിഞ്ഞു വീഴുന്ന കണ്ട സ്ക്രാഡ് ഉടനെ തന്നെ തന്റെ നട്ട്സും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ നട്ട്സ് തറയിൽ തറഞ്ഞിരുന്നതിനാൽ അവൻ അതെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു തരത്തിൽ അവൻ ആ നട്ട്സ് അവിടെ നിന്നും ഇളക്കിയെടുത്തു. അപ്പോഴേക്കും മലയിടിഞ്ഞ് അവന്റെ അടുത്ത് എത്തിയിരുന്നു. എന്നാൽ അവൻ ഇടിഞ്ഞു വീണുകൊണ്ടിരുന്ന മഞ്ഞുപാളികൾക്കിടയിലൂടെ ഓടി രക്ഷപ്പെട്ടു വരുമ്പോഴാണ് മുന്നിൽ രണ്ടു മലകൾ ഒരുമിച്ചിടിയുന്നത് കാണുന്നത്. അത് കണ്ട സ്ക്രാഡ് ആ രണ്ട് മഞ്ഞുമലകൾക്കും നടുവിലൂടെ നട്ട്സിന് മുകളിൽ ഇരുന്ന് തെന്നി തെന്നി അവിടെ നിന്നും രക്ഷപ്പെട്ട് ആ വലിയ മലയിൽ നിന്നും താഴെ വീഴുന്നു. താഴെ വീണ സ്ക്രാഡ് ആദ്യം നോക്കിയത് അവന്റെ കയ്യിലിരുന്ന ആ നട്ട്സ് ആണ്. എന്നാൽ അവിടെ മുഴുവൻ നോക്കിയിട്ടും അത്രയും പോരാടി കൊണ്ടുവന്ന ആ നട്ട്സ് അവന് കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ആ നട്ട്സ് അവന്റെ തലയിൽ വന്നു വീഴുന്നത്. ആ നട്ട്സ് കിട്ടിയതും സ്ക്രാഡിന് വളരെയധികം സന്തോഷമായി. അതുമെടുത്ത് അവൻ പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു വലിയ കാല് അവന്റെ മേൽ വന്ന് പതിക്കുന്നത്. സംഭവം എന്തെന്നാൽ ആ കാട്ടിൽ വലിയ മഞ്ഞുകാലം ആരംഭിച്ചതിനാൽ അവിടെയുള്ള മൃഗങ്ങളെല്ലാം ആ കാട്ടിൽ നിന്നും അടുത്തുള്ള കാട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ സിനിമയിലെ നായകന്മാരിൽ ഒരാളായ സെഡിനെ കാണിക്കുന്നത്. സെഡ് ആണെങ്കിൽ ഒരു മരത്തിൽ ഇരുന്നുറങ്ങുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവനെ വിട്ടിട്ട് പോയിരുന്നു. അത് കണ്ട സെഡ് അവർ പോയ സങ്കടത്തിൽ മരത്തിൽ നിന്നിറങ്ങി അവരോടൊപ്പം പോകാനായി തുടങ്ങുമ്പോഴാണ് അവിടെ കിടന്നിരുന്ന ചാണകത്തിൽ ചവിട്ടിയത്. അത് കാലിൽ നിന്നും കളയാനായി സെഡ് കാല് കുടഞ്ഞു കുടഞ്ഞ് അടുത്തു നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രണ്ടു കാണ്ടാമൃഗത്തിന്റെ അടുത്തെത്തി. സെഡ് കാലിൽ നിന്നും കുടഞ്ഞു കളഞ്ഞ ചാണകം അവരുടെ മുഖത്താണ് വീണത്. അതും പോരാഞ്ഞിട്ട് അവർ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡും കൂടി സെഡ് എടുത്ത് കഴിച്ചു. അതുകൂടി ആയപ്പോൾ കാണ്ടാമൃഗങ്ങൾക്ക് കട്ടക്കലിപ്പായി. അവർക്ക് കലിപ്പായെന്ന് മനസ്സിലായ സെഡ് ഉടൻ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി. എന്നാൽ കാണ്ടാമൃഗങ്ങളും അവന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സെഡ് ഓടി ഓടി ഈ സിനിമയിലെ പ്രധാന നായകനായ മാമത്തിന്റെ പുറകിൽ പോയി ഇടിക്കുന്നു. ഈ മാമത്തിന്റെ പേര് മാൻഫ്രെഡ് എന്നാണ്. തന്നെ വന്നിടിച്ച സെഡിനോട് മാൻഫ്രെഡ് ചോദിച്ചു, നിനക്കെന്താ കണ്ണില്ലേ, ഒന്ന് നോക്കി നടന്നുകൂടെ? അപ്പോൾ സെഡ് പറഞ്ഞു, അവരെന്നെ പിടിക്കാൻ വരികയാണ്, എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണം. സെഡിനെ കണ്ട് സങ്കടം തോന്നിയ മാൻഫ്രെഡ് കാണ്ടാമൃഗങ്ങളുമായി പോരാടി സെഡിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. കാണ്ടാമൃഗങ്ങളുടെ കയ്യിൽ നിന്നും തന്നെ രക്ഷിച്ച മാൻഫ്രെഡിനോട് നമുക്ക് ഫ്രണ്ട്സ് ആകാം എന്നും പറഞ്ഞ് സെഡ് മാൻഫ്രെഡിനോടൊപ്പം പോകാൻ തുടങ്ങുമ്പോൾ മാൻഫ്രെഡ് പറഞ്ഞു, നിന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യരുത്. അത് കേട്ട സെഡ് മാൻഫ്രെഡിന്റെ അടുത്ത് നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ആ കാണ്ടാമൃഗങ്ങളെ വീണ്ടും കാണുന്നു. അതിനാൽ നമുക്ക് രണ്ടുപേർക്കും കൂട്ടുകാരാകാം എന്നും പറഞ്ഞ് സെഡ് മാൻഫ്രെഡിനോടൊപ്പം തന്നെ പോകുന്നു. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി കാടിന്റെ മറ്റൊരു വശത്ത് കുറച്ചു മനുഷ്യർ ടെന്റൊക്കെ അടിച്ച് താമസിക്കുന്നത് കാണിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കൊച്ചും ഉണ്ടായിരുന്നു. എന്നാൽ ആ മനുഷ്യന്മാരെ എല്ലാം നോക്കി കുറച്ചകലെ കുറെ സിംഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ സിംഹങ്ങളുടെ നേതാവായ സോട്ടോ സിംഹം പറഞ്ഞു, ആ കുഞ്ഞിന്റെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി പേരെ കൊന്നുകളഞ്ഞു. അതിനാൽ നമുക്കെങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൈക്കലാക്കണം. ആ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തന്നെ വേണം. ആ കുഞ്ഞിനെ ജീവനോടെ കൊണ്ടുവരാൻ ഞാൻ നിന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ടിയാഗോ എന്നും പറഞ്ഞ് നേതാവ് സോട്ടോ തന്റെ കൂടെയുള്ള ഒരു സിംഹത്തിനോട് പറഞ്ഞു. അങ്ങനെ നമ്മളെ ദ്രോഹിച്ചിട്ട് അവർ മാത്രം സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ലല്ലോ. അത് കേട്ട ടിയാഗോ, ഞാൻ ആ കുഞ്ഞിനെ ജീവനോടെ പിടിച്ചുകൊണ്ട്
പിടിച്ചുകൊണ്ടുവരാം എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 2-3 സിംഹങ്ങളെയും കൂട്ടി മനുഷ്യരുടെ അടുത്തേക്ക് പോകുന്നു. ഇങ്ങനെ ടിയാഗോയും കൂട്ടുകാരും മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്തെത്തി. ആ സിംഹങ്ങളെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന പട്ടികൾ കുരയ്ക്കാൻ തുടങ്ങി. അത് കേട്ട ആ കുഞ്ഞിന്റെ അച്ഛനും കൂട്ടുകാരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്ത് സിംഹങ്ങളുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി. ആ സമയം കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവരാൻ ഏൽപ്പിച്ചിരുന്ന ടിയാഗോ സിംഹം കുഞ്ഞിനെ കിടത്തിയിരുന്ന ടെന്റിന്റെ അടുത്തെത്തി. കുഞ്ഞിനെ എടുക്കാനായി തുടങ്ങുമ്പോൾ കുഞ്ഞിന്റെ അമ്മ വന്ന് കുഞ്ഞിനെയും എടുത്ത് ടിയാഗോയെ അടിച്ചു വീഴ്ത്തിയിട്ട് അവിടെ നിന്നും ഓടിപ്പോയി. എന്നാൽ ടിയാഗോ വിട്ടുകൊടുത്തില്ല. ടിയാഗോയും ആ അമ്മയുടെ പുറകെ തന്നെ ഓടി. അങ്ങനെ ടിയാഗോയുടെ അടുത്ത് നിന്നും ഓടി ഓടി അവസാനം അമ്മ ഒരു വലിയ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി. എന്നാൽ അവിടെ നിന്നും വേറെ എങ്ങോട്ടും പോകാനുള്ള വഴി ഇല്ലാത്തതിനാൽ അമ്മ കുഞ്ഞിനെയും എടുത്ത് ആ വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടി. കുഞ്ഞിനെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയതിനാൽ കുഞ്ഞിനെ കൈക്കലാക്കാൻ വേറെ വഴിയൊന്നുമില്ലാതെ സിംഹങ്ങളെല്ലാം അവിടെ നിന്നും തങ്ങളുടെ നേതാവ് സോട്ടോയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം സോട്ടോയോട് പറഞ്ഞു. എന്നാൽ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സോട്ടോ ടിയാഗോയോട് പറഞ്ഞു, എന്ത് സംഭവിച്ചിട്ടായാലും വേണ്ടില്ല, എനിക്ക് ആ കുഞ്ഞിനെ ജീവനോടെ തന്നെ വേണം. അതിന് നിന്നെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ആ കുഞ്ഞിന്റെ ജീവന് പകരം നിന്റെ ജീവൻ ഞാൻ എടുക്കും. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി നമ്മുടെ നായകൻ മാൻഫ്രെഡിനെയും കൂട്ടുകാരൻ സെഡിനെയും കാണിക്കുന്നു. അവർ രണ്ടുപേരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയും കുഞ്ഞും പുഴയിൽ ഒരു മരത്തടിയിൽ പിടിച്ചു കിടക്കുന്നതായി കാണുന്നു. അങ്ങനെ സെഡിനെയും മാൻഫ്രെഡിനെയും കണ്ട അമ്മ തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ അവരുടെ അടുത്ത് വെക്കുന്നു. അത് കണ്ട മാൻഫ്രെഡ് കുഞ്ഞിനെ തന്റെ തുമ്പിക്കൈ കൊണ്ട് വാങ്ങുന്നു. ആ സമയം ആ കുട്ടി കണ്ണു തുറക്കുന്നു. അത് കണ്ട അവർ ആ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിന്റെ അമ്മയെ നോക്കുമ്പോൾ അമ്മയെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം അവർ രണ്ടുപേരും അവിടെ തന്നെ നിന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാൻഫ്രെഡ് അവിടെ നിന്നും തിരിച്ചു പോകുന്നു. അത് കണ്ട സെഡ് കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് മാൻഫ്രെഡിനോട് പറഞ്ഞു, മലമുകളിൽ നിന്നും പുക ഉയരുന്നത് കണ്ടോ? ഈ കുഞ്ഞിന്റെ ബന്ധുക്കൾ അവിടെ ഉണ്ടാകും. നമുക്ക് ഈ കുഞ്ഞിനെ അവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. അത് കേട്ട് മാൻഫ്രെഡ് പറഞ്ഞു, നമുക്കല്ല, നീ ഒറ്റയ്ക്കങ്ങ് കൊണ്ടു കൊടുത്താൽ മതി. അത് കേട്ട് സെഡ് പറഞ്ഞു, ശരി, നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. അത് കേട്ട മാൻഫ്രെഡ്, നിന്നെ രക്ഷിക്കാന് വേറെ ഒരാളുടെ സഹായം വേണം. നീയാണോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പോകുന്നത്? നീ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാം എന്നും പറഞ്ഞ് സെഡിന് പുറകെ തന്നെ പോകുന്നു. അവിടെ തൊട്ടടുത്തുള്ള മലമുകളിലാണ് മനുഷ്യർ താമസിച്ചിരുന്നത്. അങ്ങനെ സെഡ് പതിയെ മനുഷ്യർ താമസിച്ചിരുന്ന മലയുടെ മുകളിലേക്ക് പിടിച്ചു കയറുന്നതിനിടയിൽ സെഡിന്റെ കയ്യിൽ നിന്നും കുഞ്ഞ് താഴത്തേക്ക് വീഴുന്നു. അത് കണ്ട മാൻഫ്രെഡ് കുഞ്ഞിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപേ തന്നെ ടിയാഗോ സിംഹം കുഞ്ഞിനെ ചാടിപ്പിടിക്കുന്നു. അത് കണ്ട മാൻഫ്രെഡ് ടിയാഗോയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിക്കുന്നു. അത് കണ്ട ടിയാഗോയ്ക്ക് ദേഷ്യം വന്നുവെങ്കിലും മാൻഫ്രെഡുമായി അടിയുണ്ടാക്കിയാൽ തനിക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി ടിയാഗോ മാൻഫ്രെഡിനോട് പറഞ്ഞു, ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവർ താമസിച്ചു കൊണ്ടിരുന്നിടത്തു നിന്നും തിരികെ പോയി. അവരെങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയാം. അതിനാൽ ഞാൻ ഇവനെ അവരുടെ അടുത്തെത്തിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട മാൻഫ്രെഡ് ടിയാഗോയോട്, വേണ്ട, ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സെഡിനോട് പറഞ്ഞു, ഈ കുഞ്ഞിനെ അതിന്റെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കുന്നതുവരെ ഞാൻ നിന്നെ സഹായിക്കാം. എന്നാൽ അത് കഴിഞ്ഞ് നീ നിന്റെ വഴി നോക്കി എന്നെ ശല്യപ്പെടുത്താതെ പോയിക്കോണം എന്ന് പറഞ്ഞു. അങ്ങനെ മാൻഫ്രെഡും സെഡും കുഞ്ഞിനെയും കൂട്ടി പോകുന്നു. അങ്ങനെ അവർ മലമുകളിൽ മനുഷ്യർ താമസിച്ചു കൊണ്ടിരുന്നിടത്തെത്തി. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം അവിടെ നിന്നും തിരികെ പോയിരുന്നു. അപ്പോൾ ടിയാഗോ സിംഹം വീണ്ടും അവരുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവർ ഇവിടെ നിന്നും പോയി എന്ന്. കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കൂ. നിങ്ങളെക്കാൾ വേഗത്തിൽ ഞാൻ കുഞ്ഞിനെ അവന്റെ മാതാപിതാക്കളുടെ കൈകളിൽ എത്തിക്കാം. അപ്പോൾ മാൻഫ്രെഡ്, നീ വെറുതെ ബുദ്ധിമുട്ടേണ്ട, ഞങ്ങൾ തന്നെ ഈ കുഞ്ഞിനെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞു. കുഞ്ഞിനെ എടുത്ത് സെഡിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ടിയാഗോയോട് പറഞ്ഞു, നിനക്ക് ഈ കുഞ്ഞിനെ അതിന്റെ മാതാപിതാക്കളുടെ അടുത്തെത്തിക്കാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരൂ.
അത് കേട്ട് ഇപ്പോൾ തൽക്കാലം ഇവരുടെ കൂടെ കൂടുന്നതാണ് ബുദ്ധി എന്നും വിചാരിച്ച് ടിയാഗോയും അവരോടൊപ്പം ചേർന്നു. അങ്ങനെ അവർ 3 പേരും ആ കുഞ്ഞിനെയും കൂട്ടി മനുഷ്യരുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ കുറെ നേരം നടന്ന് രാത്രിയായതിനാൽ അവരെല്ലാവരും ഉറങ്ങാനായി കിടക്കുന്നു. ആ കുഞ്ഞിനെ മാൻഫ്രെഡ് തന്റെ തുമ്പിക്കൈക്കുള്ളിൽ പൊതിഞ്ഞു കിടത്തി. ടിയാഗോ കൂടെയുള്ളതിനാൽ മാൻഫ്രെഡ് മാത്രം ഉറങ്ങിയിരുന്നില്ല. എന്നാൽ കുറെ നേരം കഴിഞ്ഞു നോക്കിയപ്പോൾ ടിയാഗോ നല്ല ഉറക്കത്തിലായിരുന്നു. അത് കണ്ട മാൻഫ്രെഡും പതിയെ ഉറങ്ങാൻ തുടങ്ങി. എന്നാൽ മാൻഫ്രെഡ് ഉറങ്ങിയ ഉടൻ തന്നെ ടിയാഗോ കണ്ണു തുറന്നു. അതിനുശേഷം ശബ്ദമുണ്ടാക്കാതെ മാൻഫ്രെഡിനടുത്ത് വന്ന് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയം അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് മാൻഫ്രെഡ് ഉറക്കത്തിൽ തന്നെ തന്റെ തുമ്പിക്കൈ വെച്ച് കുഞ്ഞിനെ മുറുകെ പിടിക്കുന്നു. അത് കണ്ട് കലിപ്പായ ടിയാഗോ ആ കുറ്റിക്കാട്ടിൽ നിന്നും ശബ്ദമുണ്ടാക്കിയ ആളുടെ മേൽ ചാടി വീഴുന്നു. അപ്പോഴാണ് അത് തന്റെ കൂട്ടുകാരാണെന്ന് ടിയാഗോ കാണുന്നത്. അത് കണ്ട ടിയാഗോ കൂട്ടുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ സാധിച്ചില്ലേ? അതിനാൽ നേതാവ് സോട്ടോ കുഞ്ഞിനെ ഇല്ലാതെ നീ ഇനി അങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞയച്ചതാണ് ഞങ്ങളെ. അത് കേട്ട് ടിയാഗോ പറഞ്ഞു, കുഞ്ഞിനെ മാത്രമല്ല കുഞ്ഞിനോടൊപ്പം ബോണസ് ആയിട്ട് ഒരു ആനയെയും കൂടി കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ നേതാവിനോടും കൂട്ടുകാരോടുമെല്ലാം റെഡിയായി ഇരിക്കാൻ പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് തന്റെ കൂട്ടുകാരെ അവിടെ നിന്നും പറഞ്ഞയച്ചിട്ട് ടിയാഗോ നായകൻ മാൻഫ്രെഡിന്റെ അടുത്ത് വന്നു കിടക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ വീണ്ടും അവരുടെ യാത്ര ആരംഭിച്ചു. മാൻഫ്രെഡ് ആ കുഞ്ഞിനോടായി പറഞ്ഞു, ഞാൻ നിന്നെ എന്തിനാണ് നിന്റെ മാതാപിതാക്കളുടെ അടുത്തെത്തിക്കാൻ സഹായിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെ ഞാൻ ഇവിടെ നിന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ നീ വളർന്നു വലുതായി ഒരു വേട്ടക്കാരനായി ഞങ്ങളെ തന്നെ ആക്രമിക്കാൻ വരും. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കുന്നു. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ ആ കുഞ്ഞ് മാൻഫ്രെഡിന്റെ തുമ്പിക്കൈയിൽ കെട്ടിപ്പിടിക്കുന്നു. അത് കണ്ട മാൻഫ്രെഡിന് ആ കുഞ്ഞിനെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ കുഞ്ഞുമായി കുറെ നേരം മാൻഫ്രെഡ് അവിടെ കളിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാവരും വീണ്ടും അവരുടെ യാത്ര തുടരുന്നു. അങ്ങനെ അവർ നടന്ന് കുറെ ദൂരം എത്തിയപ്പോൾ തറയിൽ ടിയാഗോ ഒരു സിംഹം നടന്നുപോയ കാൽപ്പാട് കാണുന്നു. ആ കാൽപ്പാട് കണ്ട ടിയാഗോ വേഗം അത് മായ്ച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു മനുഷ്യന്റെ കാൽപ്പാട് വരച്ചു വെക്കുന്നു. എന്നിട്ട് ഈ വഴിയാണ് മനുഷ്യർ പോയത് എന്ന് പറയുന്നു. അങ്ങനെ അവർ ആ വഴിക്ക് യാത്ര തിരിക്കുന്നു. എന്നാൽ ആ വഴി കുറച്ചു ദൂരം ചെന്നു കഴിയുമ്പോൾ ടിയാഗോ അതിലെ മനുഷ്യർ പോകുന്നത് കാണുന്നു. അത് കണ്ട ടിയാഗോ വേഗം മാൻഫ്രെഡിന്റെയും സെഡിന്റെയും ശ്രദ്ധ തിരിക്കാനായി അടുത്തുണ്ടായിരുന്ന ഒരു ഗുഹ കാണിച്ച്, നമ്മൾ നേരെ വഴി പോയാൽ മനുഷ്യരുടെ അടുത്തെത്താൻ ഒത്തിരി സമയമെടുക്കും. എന്നാൽ ഈ ഗുഹയിലൂടെ പോയാൽ വേഗത്തിൽ അവരുടെ അടുത്തെത്താനാകും. ഇത് അവരുടെ അടുത്തേക്കുള്ള ഒരു കുറുക്കുവഴിയാണെന്ന് പറയുന്നു. എന്നാൽ ആ ഗുഹ കണ്ട സെഡ് പറഞ്ഞു, വേണ്ട, ഈ ഗുഹയ്ക്കകം മുഴുവനും ഇരുട്ടായിരിക്കും. നമുക്കിപ്പോൾ പോകുന്ന വഴിയെ തന്നെ പോകാം. അപ്പോഴാണ് അവർ നിന്നിരുന്ന സ്ഥലത്തെ മഞ്ഞുമല ഇടിയാൻ തുടങ്ങിയത്. അത് കണ്ട അവർ വേഗം ഗുഹയ്ക്കകത്തേക്ക് ഓടിക്കയറി. അങ്ങനെ ആ മഞ്ഞുമല ഇടിഞ്ഞ് അവർ കയറിയ ആ ഗുഹയുടെ വാതിലടഞ്ഞു. അത് കണ്ട് മാൻഫ്രെഡ് പറഞ്ഞു, ശരി, നമുക്കിനി ഈ ഗുഹയ്ക്കകത്തുകൂടെ തന്നെ പോകാം. അങ്ങനെ അവർ ആ ഗുഹയ്ക്കകത്തുകൂടെ നടക്കാൻ തുടങ്ങി. ഇങ്ങനെ അവർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ കുഞ്ഞ് മാൻഫ്രെഡിന്റെ പുറത്തു നിന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു മഞ്ഞുപാളിയിലൂടെ തെന്നിപ്പോകാൻ തുടങ്ങി. അത് കണ്ട അവരും ആ മഞ്ഞുപാളിയിലൂടെ കുഞ്ഞിന്റെ പുറകെ കുഞ്ഞിനെ പിടിക്കാനായി തെന്നിപ്പോകാൻ തുടങ്ങി. അങ്ങനെ ഐസുപാളിയിലൂടെ കുറെ നേരം തെന്നിപ്പോയി അവസാനം മാൻഫ്രെഡ് ആ കുഞ്ഞിനെ പിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ സിനിമ തുടങ്ങിയപ്പോൾ കാണിച്ച അണ്ണാനെ കാണിക്കുന്നു. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന നട്ട്സ് മഞ്ഞിൽ തറഞ്ഞിരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് സെഡും ടിയാഗോയും മാൻഫ്രെഡും തന്റെ നേരെ മഞ്ഞുപാളിയിലൂടെ തെന്നിവരുന്നത് അണ്ണാൻ കാണുന്നത്. എന്നാൽ അണ്ണാൻ അവിടെ നിന്നും മാറുന്നതിനു മുൻപ് തന്നെ അവർ 3 പേരും ഓരോരുത്തരായി അണ്ണാനെയും നട്സിനെയും ഇടിച്ച് ആ മഞ്ഞുപാളിയും തകർത്ത് പുറത്തെത്തിയിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും വീണ്ടും യാത്ര തുടങ്ങി. അവരങ്ങനെ ഗുഹയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്മാർ വരച്ചു വെച്ചിരുന്ന ചില ചിത്രങ്ങൾ കാണുന്നു.
അതിൽ ഒരു ചിത്രം ഒരു മാമത്തിന്റേതായിരുന്നു. ആ മാമത്തിന്റെ ചിത്രം കാണാൻ നായകൻ മാൻഫ്രെഡിനെ പോലെ തന്നെ ആയിരുന്നു. അത് കണ്ട സെഡ് പറഞ്ഞു, ഇതാ ഈ ചിത്രം നോക്കൂ മാൻഫ്രെഡ്, ഇത് കാണാൻ നിന്നെ പോലെ തന്നെയുണ്ട്. മാത്രവുമല്ല ഇതിന്റെ കുടുംബത്തിന്റെ ചിത്രവും ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് കേട്ട് മാൻഫ്രെഡ് വന്ന് ആ ചിത്രം നോക്കുമ്പോൾ അവന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. മാൻഫ്രെഡും അവന്റെ അച്ഛനും അമ്മയുമെല്ലാം സന്തോഷത്തോടെ കഴിയുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ മനുഷ്യർ വന്ന് കുഞ്ഞു മാൻഫ്രെഡിനെ പിടിച്ചുകൊണ്ടു പോകാൻ നോക്കുമ്പോൾ മാൻഫ്രെഡിന്റെ അമ്മ അവനെയും കൊണ്ട് രക്ഷപ്പെടുന്നു. അത് കണ്ട മാൻഫ്രെഡിന്റെ അച്ഛൻ മനുഷ്യരുമായി പോരാടുന്നു. അങ്ങനെ ആ പോരാട്ടത്തിൽ മാൻഫ്രെഡിന്റെ അച്ഛൻ മനുഷ്യരുടെ കൈകൾ കൊണ്ട് മരിക്കുന്നു. അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് മാൻഫ്രെഡ് ആ ചിത്രത്തെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടി വീഴാൻ തുടങ്ങുന്നത് മാൻഫ്രെഡ് കാണുന്നു. മാൻഫ്രെഡ് വേഗം ആ കുഞ്ഞിനെ എടുത്ത് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം മാൻഫ്രെഡും കുഞ്ഞും കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു. അവരങ്ങനെ കുറച്ചു നേരം നടന്നപ്പോൾ സെഡ് പറഞ്ഞു, ഇവിടെ തറയ്ക്ക് നല്ല ചൂടാകുന്നുണ്ട്, ഇവിടെ എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ മാൻഫ്രെഡും ടിയാഗോയും സെഡ് പറഞ്ഞത് വലിയ കാര്യമാക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെഡ് വീണ്ടും പറഞ്ഞു, എന്നെ വിശ്വസിക്ക്, സത്യമായും ഇവിടെ എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും അവിടെ ഭൂമിക്കടിയിൽ നിന്നും ലാവ പൊട്ടി പുറത്തേക്ക് വരുന്നു. അവർ അത്രയും നേരം നടന്നുകൊണ്ടിരുന്നത് ഒരു അഗ്നിപർവ്വതത്തിനു മുകളിൽ ആയിരുന്നു. അവരങ്ങനെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ടിയാഗോയ്ക്ക് ചുറ്റുമുള്ള മഞ്ഞെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. അങ്ങനെ ടിയാഗോ അവരോടൊപ്പം ചാടുമെങ്കിലും അവന് പൂർണ്ണമായും അക്കരയെത്താൻ കഴിഞ്ഞില്ല. അവൻ ഒരു തരത്തിൽ താഴെ വീഴാതെ നഖം കൊണ്ട് മഞ്ഞുപാളിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. അത് കണ്ട മാൻഫ്രെഡ് കുഞ്ഞിനെ സെഡിന്റെ കയ്യിൽ കൊടുത്തിട്ട് ടിയാഗോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഐസ് ഇടിഞ്ഞ് ടിയാഗോ താഴേക്ക് പോകുന്നു. ആ സമയം മാൻഫ്രെഡ് വേഗം ടിയാഗോയുടെ കയ്യിൽ പിടിച്ച് സെഡിന്റെ അടുത്തേക്ക് എറിയുന്നു. എന്നാൽ പെട്ടെന്ന് മാൻഫ്രെഡ് നിന്നിരുന്ന സ്ഥലം ഇടിഞ്ഞ് അവൻ താഴേക്ക് പോകുന്നു. അത് കണ്ട് സെഡും ടിയാഗോയും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ മാൻഫ്രെഡ് ഇരുന്ന ഐസ് കട്ട ലാവയിൽ പതിച്ച ശേഷം അവിടെ നിന്നും തിരിച്ചടിക്കുകയും അങ്ങനെ ആ ഐസ് കട്ടയോടൊപ്പം മാൻഫ്രെഡും മുകളിലേക്ക് വന്ന് ടിയാഗോയുടെയും സെഡിന്റെയും അടുത്തു വന്ന് വീഴുന്നു. അത് കണ്ട സെഡ് ഓടി മാൻഫ്രെഡിന്റെ അടുത്ത് വന്ന്, നീ ഓക്കെ ആണോ, നിനക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നു. എന്നാൽ മാൻഫ്രെഡിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം എന്തെന്നാൽ സെഡ് മാൻഫ്രെഡിന്റെ തുമ്പിക്കൈയിലായിരുന്നു കയറി നിന്നിരുന്നത്. മാൻഫ്രെഡ് സെഡിനോട് തുമ്പിക്കൈയിൽ നിന്നും മാറാൻ പറഞ്ഞു. അത് കണ്ട് സെഡിന് വളരെയധികം സന്തോഷമായി. കാരണം മാൻഫ്രെഡിനൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ടിയാഗോ മാൻഫ്രെഡിനോട് ചോദിച്ചു, നീ എന്തിനാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത എന്നെ നിന്റെ ജീവൻ പണയം വെച്ച് രക്ഷിച്ചത്? അത് കേട്ട് മാൻഫ്രെഡ് പറഞ്ഞു, കുടുംബത്തിലൊരാൾക്ക് അപകടം പറ്റിയാൽ സ്വന്തം ജീവൻ കൊടുത്തും രക്ഷിക്കണമെന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് കേട്ട് ടിയാഗോയുടെ കണ്ണു നിറഞ്ഞു. ടിയാഗോ മാൻഫ്രെഡിനോട് നന്ദി പറഞ്ഞു. അപ്പോൾ സീൻ അവിടെ നിന്നും കട്ടായി സിംഹങ്ങളുടെ നേതാവായ സോട്ടോയെയും കൂട്ടുകാരെയും കാണിക്കുന്നു. അവർ ടിയാഗോ മാൻഫ്രെഡിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരുന്നതും നോക്കി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ സിംഹങ്ങളെ കാണിച്ചതിനു ശേഷം വീണ്ടും മാൻഫ്രെഡിനെയും കൂട്ടുകാരെയും കാണിക്കുന്നു. അവർ നടക്കുന്ന സ്ഥലത്ത് മഞ്ഞുവീഴ്ച കൂടുതലായതിനാൽ ഇന്നു രാത്രി നമുക്കിവിടെ തങ്ങാം എന്നും പറഞ്ഞ് അടുത്തുള്ള ഒരു ഗുഹയിലേക്ക് പോകുന്നു. ഗുഹയിലെത്തിയ സെഡ് അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് തന്റെ ചിത്രം ആ ഗുഹയിലെ ഭിത്തിയിൽ വരയ്ക്കുന്നു. അങ്ങനെ സെഡ് തന്റെ പടം വരയ്ക്കുന്നതിനിടയിൽ കല്ലുകൾ തമ്മിൽ കൂട്ടിയുരഞ്ഞ് തീപ്പിരി ഉണ്ടായി അവിടെ കൂടിക്കിടന്ന കമ്പിൽ തീ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് കണ്ട സെഡ് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു. അവരെല്ലാവരും തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള കുഞ്ഞ് പതിയെ പതിയെ നടക്കാൻ തുടങ്ങി. അത് കണ്ട് അവർക്കെല്ലാവർക്കും അത്ഭുതമായി. സെഡ് കുഞ്ഞിനെ കൈ കാണിച്ച് അങ്ങനെ തന്നെ എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു വിളിച്ചു. എന്നാൽ കുഞ്ഞ് നടന്ന് ടിയാഗോയുടെ അടുത്തേക്കാണ് പോയത്. അത് കണ്ട് ടിയാഗോ
വേണ്ട മോനെ, എന്റെ അടുത്തേക്ക് വരേണ്ട, അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ എന്നെല്ലാം പറഞ്ഞു നോക്കി. എന്നാൽ കുഞ്ഞ് നടന്നു ചെന്ന് ടിയാഗോയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് ടിയാഗോയ്ക്ക് കുഞ്ഞിന്റെ മേൽ ഒരിഷ്ടം തോന്നുകയും കുറെ നേരം കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ചു നേരം കളിച്ചതിനു ശേഷം അവരെല്ലാവരും ഉറങ്ങാൻ കിടക്കുന്നു. ഇത്തവണ സെഡ് ടിയാഗോയുടെ അടുത്താണ് ഉറങ്ങാൻ കിടന്നത്. സെഡ് ടിയാഗോയോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ ടിയാഗോ, എന്റെ ജീവിതത്തിൽ എന്റെ വർഗത്തിൽ നിന്ന് പോലും എനിക്ക് ഇത്രയും നല്ല ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടില്ല. അത് കേട്ട് ടിയാഗോ, അതെ, അവന് ഫ്രണ്ട്ഷിപ്പിന്റെ വില അറിയാം, അവന്റെ കൂട്ടുകാരനാവാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ വീണ്ടും അവരുടെ യാത്ര ആരംഭിച്ചു. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സിംഹങ്ങളുടെ നേതാവ് സോട്ടോയും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നു. അത് ടിയാഗോ കാണുന്നു. അത് കണ്ട ടിയാഗോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് കുറച്ചു നേരം അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചതിനു ശേഷം മാൻഫ്രെഡിനോട് സത്യമെല്ലാം തുറന്നു പറയാമെന്ന് കരുതി ടിയാഗോ മാൻഫ്രെഡിന്റെ അടുത്ത് ചെന്ന് സത്യമെല്ലാം പറയുന്നു. ഈ ഗുഹയുടെ അപ്പുറത്ത് കുറെ സിംഹങ്ങൾ കാത്തിരിപ്പുണ്ട് എന്നും ഇതിനപ്പുറം ചെന്നാൽ അവർ നിങ്ങളെ വേട്ടയാടും എന്നും എന്നെ അയച്ചത് ഈ കുട്ടിയെ ജീവനോടെ ഞങ്ങളുടെ നേതാവിന് പിടിച്ചുകൊണ്ടു കൊടുക്കാനാണ് എന്നെല്ലാം പറയുന്നു. എല്ലാം കേട്ട മാൻഫ്രെഡിന് ദേഷ്യം വന്നു. അത് കണ്ട് ടിയാഗോ, എന്നോട് ക്ഷമിക്കൂ, എനിക്കപ്പോൾ വേറെ വഴിയൊന്നുമില്ലായിരുന്നു, ഞാൻ ഇതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട് ദേഷ്യത്തിലായിരുന്ന മാൻഫ്രെഡ്, ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമില്ല, ഞങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ടിയാഗോ, അവർ ഒത്തിരി പേരുണ്ട്, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അവരെ നേരിടാൻ കഴിയില്ല, ഞാൻ പറയുന്നത് പോലെ ചെയ്താലേ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിംഹങ്ങളുടെ നേതാവ് സോട്ടോയെയും കൂട്ടുകാരെയും കാണിക്കുന്നു. അവരുടെ അടുത്തേക്ക് ടിയാഗോ വന്നു. എന്നിട്ട് അവർ അടുത്തെത്തിക്കഴിഞ്ഞു, എല്ലാവരും തയ്യാറായി ഇരിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സെഡ് കുഞ്ഞുമായി അതിലെ നടന്നു വരുന്നത് അവർ കാണുന്നു. അത് കണ്ട് ടിയാഗോ, കുട്ടി അവന്റെ കയ്യിലാണ് ഉള്ളത്, വേഗം പോയി അതിനെ തട്ടിയെടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സിംഹങ്ങൾ സെഡിന്റെയും കുട്ടിയുടെയും നേരെ പാഞ്ഞു. സിംഹങ്ങൾ തന്റെ നേരെ വരുന്നത് കണ്ട സെഡ് അവിടെ കിടന്നിരുന്ന മരത്തിന്റെ പോളയെടുത്ത് സ്കേറ്റിംഗ് പോലെ മഞ്ഞിലൂടെ തെന്നി പോകുന്നു. അത് കണ്ട സിംഹങ്ങളും സെഡിന്റെ പുറകെ തന്നെ വെച്ചുപിടിച്ചു. അങ്ങനെ കുറെ നേരം തെന്നിപ്പോയ സെഡ് ഒരു മഞ്ഞുപാളിയിൽ ഇടിച്ച് മറിഞ്ഞു വീഴുന്നു. ഒപ്പം സെഡിന്റെ കയ്യിൽ നിന്നും കുട്ടി തെറിച്ചു പോവുകയും ചെയ്യുന്നു. അത് കണ്ട സിംഹങ്ങൾ കുട്ടിയുടെ അടുത്ത് ചെന്ന് എടുത്തു നോക്കുമ്പോൾ അത് വെറും ഒരു പാവയായിരുന്നു. അത് കണ്ട് ദേഷ്യം വന്ന സിംഹങ്ങൾ സെഡിനെ പിടിക്കാനായി ഓടി വരുന്നു. എന്നാൽ ആ സമയം അവിടെ ഉണ്ടായിരുന്ന മാൻഫ്രെഡ് ആ സിംഹങ്ങളെയെല്ലാം അടിച്ച് മലയുടെ മുകളിൽ നിന്നും താഴെയിടുന്നു. അപ്പോൾ ടിയാഗോ മാൻഫ്രെഡിനോട് പറഞ്ഞു, വരൂ, നമുക്ക് കുഞ്ഞിനെയും സെഡിനെയും കൂട്ടി ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്ന് പറയുമ്പോൾ ടിയാഗോയുടെ കൂടെയുള്ള ബാക്കി സിംഹങ്ങൾ അവിടെ എത്തി. ടിയാഗോയോട്, വരൂ, നമുക്ക് ഈ മാമത്തിനെ തോൽപ്പിക്കാം എന്ന് പറയുന്നു. അത് കേട്ട് ടിയാഗോ തന്റെ കൂട്ടുകാരോട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കോളാൻ പറയുന്നു. അപ്പോൾ ടിയാഗോയുടെ കൂട്ടുകാർ, കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയാണോ, എങ്കിൽ ആദ്യം നിന്നെ തന്നെ തീർക്കാം എന്ന് പറഞ്ഞ് ടിയാഗോയുടെ നേർക്ക് വരുന്നു. പിന്നെ അവിടെ നല്ല കൂട്ടയടിയാണ് നടന്നത്. ടിയാഗോയുടെ ഒപ്പം മാൻഫ്രെഡും ചേർന്നു ആ സിംഹങ്ങളുമായി പോരാട്ടം തുടങ്ങി. ആ സമയം സെഡ് ഒളിപ്പിച്ചു വെച്ചിരുന്ന കുഞ്ഞിനെയും എടുത്ത് മാൻഫ്രെഡിന്റെയും ടിയാഗോയുടെയും അടുത്തെത്തി. ആ സമയം അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയായിരുന്നു. പോരാട്ടത്തിനിടയിൽ ഒരു സിംഹം മാൻഫ്രെഡിന് നേരെ ചാടി വരുന്നത് കണ്ട ടിയാഗോ മാൻഫ്രെഡിനെ അതിൽ നിന്നും രക്ഷിക്കുന്നു. ആ രക്ഷിക്കുന്നതിനിടയിൽ ടിയാഗോയുടെ തല അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ പോയി ഇടിച്ച് ടിയാഗോയുടെ ബോധം പോകുന്നു. എന്നാൽ ആ സമയം നേതാവ് സോട്ടോ സിംഹം സെഡിനെയും കുഞ്ഞിനെയും കാണുകയും കുഞ്ഞിനെ പിടിക്കാനായി അവരുടെ നേരെ തിരിയുകയും ചെയ്യുന്നു. അത് കണ്ട മാൻഫ്രെഡ് തന്റെ കൊമ്പ് വെച്ച് സോട്ടോയെ തൂക്കിയെടുത്തെറിയുന്നു. തെറിച്ചുപോയി വീണ സോട്ടോയുടെ മുകളിലേക്ക് കൂർത്ത മഞ്ഞുകഷ്ണങ്ങൾ വീണ് സോട്ടോ മരിക്കുന്നു. നേതാവ് മരിച്ചത് കണ്ട് കൂടെയുണ്ടായിരുന്ന സിംഹങ്ങൾ പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. സിംഹങ്ങളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ സെഡും മാൻഫ്രെഡും ടിയാഗോയുടെ അടുത്തേക്ക് ചെന്നു. ടിയാഗോ ആണെങ്കിൽ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാനും നിങ്ങളുടെ കുടുംബത്തിലെ അംഗമായി അല്ലേ എന്ന് ടിയാഗോ ചോദിച്ചു. അത് കേട്ട മാൻഫ്രെഡ്, നമ്മളെല്ലാവരും ഒരേ കുടുംബം തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങളെ ചതിക്കാൻ
നോക്കിയതിന് എന്നോട് ക്ഷമിക്കണം എന്ന് ടിയാഗോ പറഞ്ഞു. അത് കേട്ട് സെഡ് അതെല്ലാം ഞങ്ങൾ എപ്പോഴേ മറന്നു എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ടിയാഗോയുടെ അടുത്തേക്ക് ഇറക്കി വിട്ടു. കുഞ്ഞ് ടിയാഗോയുടെ അടുത്തേക്ക് ചെന്ന് സങ്കടത്തോടെ ടിയാഗോയെ തലോടുന്നു. അത് കണ്ട ടിയാഗോ മനുഷ്യന്മാർ ഇപ്പോൾ ഈ മലയുടെ അപ്പുറത്തെ വശത്ത് എത്തിയിട്ടുണ്ടാവും, വേഗം ചെന്നാൽ അവരുടെ അടുത്തെത്താം എന്ന് പറഞ്ഞു. അത് കേട്ട് സെഡ് നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ സാധിക്കില്ല, നിന്നെയും എടുത്തുകൊണ്ട് പോകാം എന്ന് പറയുന്നു. എന്നാൽ അത് കേട്ട് ടിയാഗോ പറഞ്ഞു വേണ്ട, ഇനിയും താമസിച്ചാൽ മനുഷ്യർ അവിടെ നിന്നും പോകും, അതിനാൽ എന്നെക്കുറിച്ച് ആലോചിച്ചു നിൽക്കാതെ വേഗം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് മനസ്സില്ലാ മനസ്സോടെ മാൻഫ്രെഡും സെഡും കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്നും അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ആ സമയം കുട്ടിയുടെ അച്ഛനെ കാണിക്കുന്നു. ആ അച്ഛനാണെങ്കിൽ കുഞ്ഞും അമ്മയും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിന്റെ ഒരു മാല അവിടെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ആ അച്ഛൻ ഒരു മാമത്ത് തങ്ങളുടെ നേർക്ക് വരുന്നത് കാണുന്നത്. അത് കണ്ട അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തമെടുത്ത് മാമത്തിനെ ആക്രമിക്കാൻ നോക്കി. എന്നാൽ മാൻഫ്രെഡ് ആ അച്ഛന്റെ കയ്യിൽ നിന്നും ആ കുന്തം വാങ്ങി ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. അത് കണ്ട അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ കുന്തവും വടിയുമൊക്കെയായി മാൻഫ്രെഡിനു നേരെ ഓടി വരുന്നു. അത് കണ്ട് സെഡ് തല കറങ്ങി താഴെ വീണു. അപ്പോൾ മാൻഫ്രെഡ് തന്റെ പുറത്തിരുന്ന കുഞ്ഞിനെ എടുത്ത് താഴെ നിർത്തി. അത് കണ്ട കുട്ടിയുടെ അച്ഛൻ തന്റെ കൂടെ ഉണ്ടായിരുന്നവരെയെല്ലാം തടയുന്നു. അപ്പോൾ ആ കുട്ടി നടന്ന് അതിന്റെ അച്ഛന്റെ അടുത്തെത്തി. അച്ഛൻ സ്നേഹത്തോടെ കുഞ്ഞിനെ എടുത്ത് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ബോധം കെട്ടുവീണ സെഡ് ഉണരുന്നത്. അവൻ നോക്കുമ്പോഴതാ അച്ഛനും കുഞ്ഞും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അത് കണ്ട് മാൻഫ്രെഡിനും സെഡിനും വളരെയധികം സന്തോഷമായി. അങ്ങനെ അവർ വന്ന കാര്യം നല്ല രീതിയിൽ അവസാനിച്ച സന്തോഷത്തിൽ മാൻഫ്രെഡും സെഡും പോകാനായി തിരിയുമ്പോൾ ആ കുഞ്ഞ് അവരെ വിളിക്കുന്നു. അത് കണ്ട അച്ഛൻ കുഞ്ഞിനെ താഴെ ഇറക്കി വിടുന്നു. ആ കുഞ്ഞ് നടന്ന് സെഡിന്റെയും മാൻഫ്രെഡിന്റെയും അടുത്തെത്തി അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു. മാൻഫ്രെഡ് നിന്നെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ഞങ്ങളെയും മറക്കരുത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ തിരികെ അവന്റെ അച്ഛന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിന്റെ ആ മാലയെടുത്ത് മാൻഫ്രെഡിന് കൊടുക്കുന്നു. അതിനുശേഷം അവർ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് കുട്ടി കണ്ണുപൊത്തി കളിക്കുന്നതായി കാണിക്കുന്നത്. അത് കുട്ടി ടിയാഗോയുടെ കൂടെ കളിക്കുന്ന കളിയാണല്ലോ എന്നോർത്ത് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ടിയാഗോ പതിയെ വരുന്നു. അത് കണ്ട് മാൻഫ്രെഡിനും സെഡിനും വളരെയധികം സന്തോഷമായി. ടിയാഗോയെ കണ്ട സെഡ് ഓടിച്ചെന്ന് ടിയാഗോയുമായി കെട്ടിപ്പിടിച്ചു മറിഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു നമ്മളെല്ലാവരും ഇപ്പോൾ ഒരേ കുടുംബമായി, ഇനി നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ആ സമയം ഈ സിനിമ തുടങ്ങിയപ്പോൾ കാണിച്ച അണ്ണാനെയും നട്സും കാണിക്കുന്നു. അവർ രണ്ടും മഞ്ഞിനകത്ത് കുടുങ്ങി ഐസുകട്ടയായി വെള്ളത്തിലൂടെ ഒഴുകി ഒരു കരയിൽ വന്നു കയറി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഐസുകട്ട ഉരുകി നട്സ് പുറത്തേക്ക് വന്നു. എന്നാൽ അണ്ണാൻ അപ്പോഴും മഞ്ഞുകട്ടയ്ക്കകത്ത് തന്നെ ആയിരുന്നു. വീണ്ടും കുറെ നേരം കഴിഞ്ഞപ്പോൾ അവൻ ആ നട്സ് എടുക്കാൻ കഴിയുന്ന അവസ്ഥയായപ്പോഴേക്കും ഒരു തിരമാല വന്ന് ആ നട്ടിനെയും കൊണ്ട് കടലിലേക്ക് പോകുന്നു. അത് കണ്ട് ദേഷ്യം വന്ന അണ്ണാൻ സർവശക്തിയും എടുത്ത് ആ ഐസുകട്ട പൊട്ടിച്ച് അടുത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൽ പോയി തലകൊണ്ടിടിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അണ്ണാന്റെ ആ ഇടിയുടെ ശക്തിയിൽ തെങ്ങിൽ നിന്നും ഒരു തേങ്ങ വീണത്. ആ തേങ്ങ കിട്ടിയ അണ്ണാൻ അടുത്തതായി ആ തേങ്ങ എവിടെയെങ്കിലും കുഴിച്ചിടാനായി പോകുന്നു. അങ്ങനെ അവൻ ആ തേങ്ങ ഒരിടത്ത് കുഴിച്ചിടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതാ ഭൂമി അവിടെ നിന്നും വിണ്ടുകീറാൻ തുടങ്ങുന്നു. അത് കണ്ട അവൻ വിണ്ടുകീറുന്നത് തടയാൻ നോക്കിയെങ്കിലും ആ വിള്ളൽ നീണ്ടു പോയി അടുത്തുണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതത്തിലെത്തി ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു. അത് കണ്ട അണ്ണാൻ പേടിച്ചു നിൽക്കുന്നത് കാണിക്കുമ്പോൾ ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടമാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതുപോലെയുള്ള നല്ല സിനിമകളുടെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഞങ്ങളുടെ മനു മൂവീസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ സിനിമയുടെ ലിങ്ക് ആവശ്യമുള്ളവർ മനു മൂവീസ് എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും
എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.